ഇല്ലാത്ത വാഹനങ്ങൾ, പെർമിറ്റ് ഇല്ലാത്ത സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുന്ന പ്രൈവറ്റ് വാഹനങ്ങൾ റെന്റിനോടുന്നതായിട്ട് പലപ്പോഴും. അപ്പം അങ്ങനെയുള്ള ഒഫൻസുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ അത് നമ്മൾ ഇമ്മീഡിയറ്റ് തന്നെ അതിനുള്ള നടപടികൾ എടുക്കും. നിയമ നടപടികളുണ്ട്, അതെടുക്കും. പെർമിറ്റുള്ള വാഹനങ്ങളും പെർമിറ്റ് ഉപയോഗിക്കുന്ന സ്വന്തം പ്രൈവറ്റ് വാഹനങ്ങളുണ്ടല്ലോ, അത് സ്വന്തം ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ. മറ്റുള്ള ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം അല്ല. പരിശോധന ഇനി കർശനമായി കർശനമായിട്ടുണ്ടാവും. നമ്മൾ ഓൾറെഡി കമ്മീഷണർ തന്നെ നമുക്ക് അതിന് വേണ്ട ഡയറക്ഷൻസ് തന്നിട്ടുണ്ട്. നമ്മൾ ഇന്ന് മുതൽ അതിന്റെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിത് തുടങ്ങിയിട്ടുള്ളത്. പബ്ലിക്കിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. കാരണം ഈ വാഹനങ്ങളിൽ പോകുന്നവർക്ക് യാതൊരുവിധ പ്രൊട്ടക്ഷനും ഉണ്ടാവില്ല. കാരണം ഇൻഷുറൻസ് കാര്യങ്ങൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു അപകടം പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് പബ്ലിക് എപ്പോഴും നോക്കേണ്ടത്. ഇങ്ങനെയുള്ള സ്വന്തം പ്രൈവറ്റ് വാഹനങ്ങളിൽ പൈസ കൊടുത്ത് പോകുമായിരുന്നു. ഇതിലുള്ള പ്രൊട്ടക്ഷൻ ഉണ്ടാവുള്ളൂ, ഇൻഷുറൻസ്. അല്ലാതുള്ള വാഹനത്തിന് ഓണറിനോ ആ ഡ്രൈവറിനോ ഉള്ള പ്രൊട്ടക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക പബ്ലിക്. അതാണ് കാര്യങ്ങൾ. ഇല്ലാത്ത വാഹനങ്ങൾ, പെർമിറ്റ് ഇല്ലാത്ത സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുന്ന പ്രൈവറ്റ് വാഹനങ്ങൾ റെന്റിനോടുന്നതായിട്ട് പലപ്പോഴും. അപ്പം അങ്ങനെയുള്ള ഒഫൻസുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ അത് നമ്മൾ ഇമ്മീഡിയറ്റ് തന്നെ അതിനുള്ള നടപടികൾ എടുക്കും. നിയമ നടപടികളുണ്ട്, അതെടുക്കും. പെർമിറ്റുള്ള വാഹനങ്ങളും പെർമിറ്റ് ഉപയോഗിക്കുന്ന സ്വന്തം പ്രൈവറ്റ് വാഹനങ്ങളുണ്ടല്ലോ, അത് സ്വന്തം ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ. മറ്റുള്ള ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം അല്ല. പരിശോധന ഇനി കർശനമായിട്ടുണ്ടാവും. നമ്മൾ ഓൾറെഡി കമ്മീഷണർ തന്നെ നമുക്ക് അതിന് വേണ്ട ഡയറക്ഷൻസ് തന്നിട്ടുണ്ട്. നമ്മൾ ഇന്ന് മുതൽ അതിന്റെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിത് തുടങ്ങിയിട്ടുള്ളത്. പബ്ലിക്കിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. കാരണം ഈ വാഹനങ്ങളിൽ പോകുന്നവർക്ക് യാതൊരുവിധ പ്രൊട്ടക്ഷനും ഉണ്ടാവില്ല. കാരണം ഇൻഷുറൻസ് കാര്യങ്ങൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു അപകടം പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് പബ്ലിക് എപ്പോഴും നോക്കേണ്ടത്. ഇങ്ങനെയുള്ള സ്വന്തം പ്രൈവറ്റ് വാഹനങ്ങളിൽ പൈസ കൊടുത്ത് പോകുമായിരുന്നു. ഇതിലുള്ള പ്രൊട്ടക്ഷൻ ഉണ്ടാവുള്ളൂ, ഇൻഷുറൻസ്. അല്ലാതുള്ള വാഹനത്തിന് ഓണറിനോ ആ ഡ്രൈവറിനോ ഉള്ള പ്രൊട്ടക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക പബ്ലിക്. അതാണ് കാര്യങ്ങൾ.